തിരുവർക്കാട്ടുകാവിന്റെ പുറംകാവൽക്കാരിയായിരുന്ന ഈ ദേവി ഒരിക്കൽ ഒരു പരദേശി ബ്രാഹ്മണൻ തിരുവർക്കാട്ടുകാവിലെത്തിയപ്പോൾ അദ്ദേഹത്തെ കൊന്നു ഭക്ഷിച്ചു അത്രേ. ഇതറിഞ്ഞ് കോപിഷ്ഠയായ തിരുവർക്കാട്ട് ഭഗവതി പരാളിയമ്മയുടെ നാക്ക് വലിച്ച് പുറത്തിടുകയും മാടായിക്കാവിൽ നിന്ന് എടുത്തെറിയുകയും ചെയ്തു. കോപിഷ്ഠയായ തിരുവർക്കാട്ട് ഭഗവതി പരാളിയമ്മയുടെ നാക്ക് വലിച്ചു പുറത്തിട്ട് മാടായിക്കാവിൽ നിന്ന് എടുത്തെറിഞ്ഞപ്പോൾ ചെന്ന് വീണത് അരിപ്പാമ്പയിലായിരുന്നു. അവിടെ ഈ ദേവിക്ക് പീഠവും സ്ഥാനവും ലഭിച്ചുവത്രേ. ഒരു വനദേവതയായി കാണുന്ന ഈ ദേവതയെ ചിങ്കത്താൻ സമുദായക്കാരാണ് കെട്ടിയാടുന്നത്. ഭഗവതിയുടെ പുറപ്പാടിനു ശേഷം പൊയ്ക്കണ്ണും നാവും വെച്ച ശേഷം വീണ്ടും ഒരു കലാശമുണ്ട്. ദേവിയെ മാടായിക്കാവിൽ നിന്നും തിരുവർക്കാട്ടു ഭഗവതി നാക്കുവലിച്ച് പുറത്തിട്ട കഥയുമായി ഈ കലാശത്തിന് സാമ്യമുണ്ടെന്ന് കരുതുന്നു. പരാളിയമ്മയുടെ കഥയിൽ പ്രാദേശികമായ വകഭേദങ്ങൾ കൂടി കാണാവുന്നതാണ്. എന്നാലും പ്രധാനമായും തിരുവർക്കാട്ടു ഭഗവതിയുടെ പുറംകാവൽക്കാരിയായിരുന്ന ഈ ദേവിയെ പുറത്താക്കപ്പെട്ട കഥ തന്നെയാണ് സ്വീകാര്യം.